ചോദ്യം: ചില ഇമാമുകൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി വലദ്ദാല്ലീൻ എന്നതിന് ശേഷം റബ്ബിഗ്ഫിർലി എന്ന് ചൊല്ലുന്നത് കേൾക്കാം. അതിൻ്റെ വിധി എന്ത്? ഉത്തരം: സുന്നത്ത്. ചോദ്യം: 4 റക്അത്തുള്ള നിസ്കാരം മറന്നുകൊണ്ട് 5 റക്അത്ത് നിസ്കരിച്ചുവെന്ന് സലാം വീട്ടുന്നതിന് മുമ്പോ ശേഷമോ ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം: സലാം വീട്ടുന്നതിൻ്റെ മുമ്പാണെങ്കിൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. ശേഷമാണ് ബോധ്യമായതെങ്കിൽ, സമയം ദീർഘിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് മടങ്ങി സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടണം. ചോദ്യം: മഴയും കാറ്റും കാരണം നിസ്കാരം ജംഉം ഖസറും ആക്കാമോ? എങ്കിൽ ജംആക്കിയ ശേഷം അവ ശമിച്ചാൽ രണ്ടാം നിസ്കാരം മടക്കേണ്ടതുണ്ടോ? ഉത്തരം: ഷാഫി മദ്ഹബിലെ പ്രബലാഭിപ്രായ പ്രകാരം രണ്ടും അനുവദനീയമല്ല. തഖ്ദീമിൻ്റെ ജമ്മു മാത്രം അനുവദനീയമാണെന്ന് ഒരഭിപ്രായമുണ്ട്. അതനുസരിച്ച് ജമ്മാക്കുന്നതായാൽ ഒന്നാമത്തെ നിസ്കാരം തുടങ്ങുമ്പോഴും തീരുമ്പോഴും, രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോഴും തീരുമ്പോഴും മഴയുണ്ടായിരിക്കൽ ഷർത്താണ്. ശേഷം കാറ്റും മഴയും ശമിച്ചാൽ രണ്ടാമത്തെ നിസ്കാരം മടക്കേണ്ടതില്ല. ചോദ്യം: സോക്സ് ധരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഉത്തരം: അത് ശുദ്ധിയുള്ളതാണെങ്കിൽ വിരോധമില്ല. ചോദ്യം: നിസ്കാരത്തിൽ വായിലൂറുന്ന ഉമിനീർ ഓത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നു. എന്ത് വേണം? ഉത്തരം: നിസ്കാരത്തിൽ ഉമിനീർ ഉള്ളിലേക്ക് ഇറക്കാമല്ലോ, പുറത്ത് തുപ്പുകയും ചെയ്യാമല്ലോ. സൗകര്യപ്പെടാത്ത പക്ഷം ടവലിലോ മറ്റോ തുപ്പാമല്ലോ. എന്തിന് പ്രയാസപ്പെടണം? ചോദ്യം: ചില പള്ളി ഇമാമുകൾ ഫാത്തിഹ ഓതുമ്പോൾ ഉച്ചാരണം തെറ്റിച്ച് ഓതുന്നു. അത് നിസ്കാരത്തിൻ്റെ സുഹത്തിനെ ബാധിക്കുകയില്ലേ? അവരെ തുടർന്ന് നിസ്കരിക്കാമോ? ഉത്തരം: ഫാത്തിഹയുടെ അക്ഷരങ്ങൾ യഥാസ്ഥാനങ്ങളിൽ നിന്ന് ഉച്ചരിക്കൽ നിർബന്ധമാണ്. അതിന് സാധിക്കുന്നവനോ പഠിക്കാൻ കഴിയുന്നവനോ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് സ്ഥാനം തെറ്റി ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാവുന്നതാണ്. ബാത്തിലായ നിസ്കാരത്തിൽ തുടരാൻ പാടില്ല. മനഃപൂർവ്വമല്ലാതെയോ അറിയാതെയോ തെറ്റി ഉച്ചരിച്ചാൽ ആ ഭാഗം ബാത്തിലാണ്. സമയം ദീർഘിക്കുന്നതിന് മുമ്പ് ശരിയാം വിധം മടക്കി ഉച്ചരിച്ചാൽ ബാക്കി ഫാത്തിഹ ഓതി പൂർത്തിയാക്കിയാൽ മതി. നിസ്കാരത്തിന് കുഴപ്പമില്ല. മടക്കി ഓതാത്ത പക്ഷം നിസ്കാരം ബാത്തിലായി പോകും. പഠിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണെങ്കിൽ അവൻ്റെ നിസ്കാരത്തിന് കുഴപ്പമില്ല, പക്ഷേ അവന് തുടരാൻ പറ്റില്ല. ഇതാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഹനഫി മദ്ഹബിൽ ഫാത്തിഹ ഫർളില്ല, എന്നാൽ വാജിബാണ്. ഒഴിവാക്കുന്നത് കുറ്റകരമാണ്, സാധുവാകുമെങ്കിലും. അതുകൊണ്ട് ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യുകയാണെങ്കിൽ തുടരാവുന്നതാണ്.